ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരള പോലീസിലെ 2 വമ്പൻ സ്രാവുകളെ കുറിച്ചാണ്. സർവീസിലിരുന്നപ്പോൾ നിയമം അവരുടെ കയ്യിലെ പുസ്തകമായിരുന്നു. എന്നാൽ റിട്ടയർമെന്റ് എന്ന വാതിലിനെ പുറത്തിറങ്ങിയപ്പോൾ അതേ നിയമം അവർക്ക് വെറും പുല്ലും നക്ഷത്രപ്പൊട്ടുമായി മാറി. നമ്മൾ സാധാരണക്കാർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ക്യാമറ കണ്ണ് തുറക്കും, പിഴ വരും. എന്നാൽ നിയമം പഠിപ്പിച്ചവർ തന്നെ അത് ലംഘിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, നിയമം എല്ലാവർക്കും ഒന്നല്ലേ സാർ? മുൻ DGP ആർ ശ്രീലേഖയുടെ വിവാദ പരാമർശം ആദ്യം നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, DGP റാങ്കിലിരുന്ന് വിരമിച്ച വ്യക്തി. അവർ ഈയിടെ പോലീസിനോട് പറഞ്ഞത് എന്താണെന്നോ? പോടാ പുല്ലേ എന്ന്. കേൾക്കുമ്പോൾ ഒരു കോമഡി സിനിമയിലെ ഡയലോഗ് പോലെ തോന്നാം, പക്ഷേ സംഗതി ഗൗരവമാണ്. വിശകലനം ചെയ്തു നോക്കുമ്പോൾ യൂണിഫോം ഊരിക്കഴിഞ്ഞാൽ പോലീസ് വെറും പുല്ലാണ് എന്നാണ് മാഡത്തിൻ്റെ ലൈൻ. ഇതേ മാഡം സർവീസിലിരുന്നപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു പോലീസുകാരനോട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ? അതൊരു ഔദ്യോഗിക കൃത്യനിർവഹണ തടസ്സപ്പെടുത്തലാകുമായിരുന്നു. ഇന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതിനെയാണ് നമ്മൾ ശുദ്ധമായ ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത്. നിയമം നടപ്പിലാക്കുവാൻ ശമ്പളം വാങ്ങിയിരുന്ന ഒരാൾ തന്നെ നിയമപാലകരെ പുല്ലായി കാണുമ്പോൾ സാധാരണക്കാരൻ പോലീസിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇനി അടുത്ത് നമുക്ക് ടോമിൻ തച്ചങ്കരിയുടെ അടുത്ത് പോകാം. ഒരു വേറൊരു റൈറ്റാണ്. നമ്മുടെ ടോമിൻ തച്ചങ്കരി സാർ ഹെൽമെറ്റ് ഇല്ലാത്തവനെയും സീറ്റ് ബെൽറ്റ് ഇടാത്തവനെയും പിടിക്കാൻ സർവീസിലിരുന്നപ്പോൾ അദ്ദേഹം കാട്ടിയ വീറും ആവേശവും നമ്മൾ കണ്ടതാണ്. പക്ഷേ വിരമിച്ചു കഴിഞ്ഞപ്പോൾ സാറിന് നിയമം നേരെ വേറെ വഴിക്കാണ്. സ്വന്തം സ്വകാര്യ കാറിൽ 3 നക്ഷത്രങ്ങൾ വെച്ച് അദ്ദേഹം മാസ് എൻട്രി നടത്തുന്നു. റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്റ്റാർ, എന്ത് പദവി? നിയമപരമായി വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് വാഹനത്തിൽ അത്തരം ബോർഡുകൾ വയ്ക്കാൻ ഒരു അനുവാദവും ഇല്ലാത്തടത്താണ് സാധാരണക്കാരൻ വണ്ടിയിൽ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചാൽ അതിന് RTO പിറകെ വരും. പക്ഷെ തച്ചങ്കരി സാറിന് 3 സ്റ്റാർ ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകില്ല. എന്താണല്ലേ ഇതൊരു തരം അധികാര ഹാങ് ഓവറാണ്. കസേര പോയാലും ആ പത്രാസ് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ല. നാട്ടുകാരുടെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ഇവരൊക്കെ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കുവാൻ മറന്നുപോകുന്നു. അധികാരവർഗവും സാധാരണക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്നത്. സാധാരണക്കാരനെ ഇടിച്ചും പിഴിഞ്ഞും നിയമം പഠിപ്പിക്കുന്ന ഈ അധികാരി വർഗം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അവരുടെ യഥാർത്ഥ നിലവാരം എത്ര താഴെയാണെന്ന്. നിയമമെന്നത് മറ്റുള്ളവർക്ക് പാലിക്കാനുള്ളതാണ്, തങ്ങൾക്ക് ലംഘിക്കാനുള്ളതാണ് എന്ന ഹുങ്ക് ഇവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും കാണാം. യൂണിഫോം ഇടുമ്പോൾ നിയമം, പിന്നെ ദൈവം. യൂണിഫോം ഊരുമ്പോൾ പോലീസ് പുല്ല്. ഇതാണ് പുതിയ കേരള മോഡൽ. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമത്തിന് പുല്ല് വില കൽപ്പിക്കുമ്പോൾ ജനാധിപത്യം അവിടെ നാണം കെട്ടു നിൽക്കുകയാണ്. ശ്രീലേഖയായാലും തച്ചങ്കരിയായാലും അവർ വിരമിച്ച ശേഷം കാട്ടുന്ന ഈ പ്രകടനങ്ങൾ വരും തലമുറയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സന്ദേശം വളരെ മോശമാണ്. പദവി എന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ റിട്ടയർമെന്റിന് ശേഷവും നിയമത്തിന് മുകളിൽ പറക്കാനുള്ള ലൈസൻസ് അല്ല.